തന്നെ ഉണ്ടാകുന്നതല്ലേ, അതുണ്ടായിരുന്നു. ആ സെബാസ്റ്റ്യനാണോ വിളിച്ചതെന്ന് അറിയത്തില്ല. കോള് വന്നല്ലേ എടുത്തില്ലല്ലോ. ചേച്ചി തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി സെബാസ്റ്റ്യൻ എപ്പോഴും വിലക്കുക? അതന്നെ അതിനെ വിലക്കുന്ന അതിലും ഇതുമായിട്ട് തന്നെ ബന്ധമിരിക്കുന്നത്. എന്താ സംശയിക്കുന്നുണ്ട് ഈ കേസിൽ ഐഷയുടെ തിരോധാന കേസ് ആരന്വേഷിക്കുന്നുണ്ട്? ഇപ്പൊ നിങ്ങളല്ലേ വന്നതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നേ, ഞാനേ കണ്ടുപിടിച്ചു വെച്ചതുപോലെ. ചേർത്തലയിലെ പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ അസ്ഥികൾ അത് കേരള പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഒരുപോലെ കുഴയ്ക്കുകയാണ്. സെബാസ്റ്റ്യൻ ഇരകളിൽ ഒരാളെന്ന് കരുതുന്ന ഐഷയുടെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ്. സെബാസ്റ്റ്യൻ മാത്രമായിരുന്ന കേസിൽ ഇന്ന് മറ്റൊരു കഥാപാത്രം കൂടി പ്രത്യക്ഷപ്പെടുന്നു എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാം. നമ്മൾ ഈ കേട്ട പ്രതികരണം അത് സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയുടേതാണ്. റോസമ്മയുടെ കോഴി ഫാമിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. വാച്ചിന്റെ ഒരു ഭാഗവും ചെരുപ്പും ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ചേർത്തല തിരുവല്ല സ്വദേശി സിന്ധുവിന്റെ തിരോധാനത്തിലും ഇപ്പോൾ GPR പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളുമായിട്ടെല്ലാം ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തന്നോട് സെബാസ്റ്റ്യൻ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നുവെന്ന് റോസമ്മ പറയുകയും ചെയ്യുന്നു. ബന്ധം 3 മാസത്തിന്റെ ബന്ധം. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ പരിചയപ്പെടുത്തുന്നത്. റോസം വഴിയാണ് പരിചയപ്പെടുത്തുന്നത്. അത് തീർത്തും പറയും ഞങ്ങൾ. ഈ റോസമ്മ തിരിച്ചാ പറയുന്നത്. റോസമ്മക്ക് ഇപ്പൊ ബന്ധമില്ലെന്നാ പറയുന്നത്. റോസമ്മക്ക് കഞ്ഞി വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. റോസമ്മ ഇവിടെ തളർന്ന് വീണ് കിടന്നപ്പോൾ കഞ്ഞി വരെ ആ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് കൊടുത്ത സ്ത്രീയാണ് ഈ ഐഷ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഓരോ ദിവസം കഴിയുന്തോറും കുറച്ചുകൂടി സങ്കീർണമാകുന്നു ഈ ചേർത്തലയിൽ നിന്ന് ഉള്ള ഈ കേസ് എന്നുള്ളതാണ്. ഇതിന്റെ ചുരുൾ എങ്ങനെ അഴിയുമെന്ന് ഓരോ ദിവസവും നമ്മൾ ചോദിക്കുമ്പോൾ കൂടുതൽ കഠിനമാവുകയാണ്, അല്ലെങ്കിൽ വഴി കൂടുതൽ കടുപ്പമുള്ളതാവുകയാണ്. ഇന്നിപ്പോൾ റോസമ്മ നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നതാണോ? റോസമ്മ ഈ ഇരകളിൽ ഒരാളാകാൻ സാധ്യതയുള്ള ആളായിരുന്നോ? എങ്ങനെയാണ് തെരച്ചിൽ നടക്കുന്നത്? GPR ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അത് ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു? പക്ഷേ നാഷണൽ സെൻറ്റർ ഫോർ സയൻസ് സ്റ്റഡീസിലെ ഉദ്യോഗസ്ഥരാണ് ഇന്ന് രാവിലെ സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തുന്നതും അവിടെ ഗ്രൗണ്ട് ഡീപ്പ് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയതും 5 സ്ഥലങ്ങളിൽ നിന്ന് അധികം സിഗ്നൽ കിട്ടിയെങ്കിലും അവിടെയൊക്കെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തി. പക്ഷേ കേസിന് കാര്യമായ രീതിയിലുള്ള പ്രയോജനമുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അന്വേഷണ സംഘത്തിന് ആശ്വാസകരമായ ഒരു കാര്യം, സെബാസ്റ്റ്യൻ്റെ അടുക്കള പാതകത്തിൻ്റെ വശത്ത് നിന്ന് ഒരു കത്തിക്കരിഞ്ഞ വാച്ചിൻ്റെയും ഒപ്പം തന്നെ ഒരു ചെരുപ്പിൻ്റെയും അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 3 മണി വരെ അവിടെ പരിശോധന നടത്തിയ ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഈ റോസമ്മയുടെ വീട്ടിൽ ഈ സംഘം എത്തി. അവിടെയും പരിശോധന നടത്തി. അവിടെ ഒരു അടച്ചിട്ടിരുന്ന കോഴി ഫാമിലാണ് പരിശോധന നടത്തിയത്. റോസമ്മ ഈ കേസിൽ സംശയത്തിൻ്റെ നിഴലാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഐഷ റോസമ്മയുടെ അയൽവാസിയായിരുന്നു. റോസമ്മയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഐഷയും സെബാസ്റ്റ്യനും പലപ്പോഴും കണ്ടിരുന്നത് എന്ന് മാത്രവുമല്ല, സെബാസ്റ്റ്യനുമായി റോസമ്മയ്ക്ക് വളരെ അടുത്ത് ബന്ധവും ഉണ്ടായിരുന്നു. ഈ കാരണത്താലാണ് റോസമ്മയുടെ ആ കോഴി ഫാമിലും പരിശോധന നടത്തിയത്. പക്ഷേ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കാര്യമായ സിഗ്നലുകളൊന്നും ലഭിച്ചില്ല. ഇതിനുശേഷം ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് തിരുവഴിയിൽ നിന്ന് കാണാതായ സിന്ധുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലത്താണ്. തങ്കപ്പൻ എന്നുള്ള ഒരാളുടെ വീട്ടിലിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യനെ ഈ കേസിൽ സിന്ധുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. അതുകൊണ്ടാണ് സിന്ധു അവസാനമായി തിരുവഴി തെരച്ചിൽ പുരോഗമിക്കുന്നു. അത് ഊർജിതമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ചേർത്തലയിൽ എന്താണ് സംഭവിച്ചത്? ഇനിയും 4 പേരിൽ ഒതുങ്ങുമോ? മറ്റേതെങ്കിലും പേരുകൾ ഉണ്ടാകുമോ? ഇവരെയൊക്കെ കൊലപ്പെടുത്തിയത് എപ്പോഴാണ്? എങ്ങനെയാണ്? എന്തു ചെയ്തു? കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇവരൊക്കെയും? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉത്തരമില്ലാതെ തന്നെ തുടരുകയാണ്.